ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലാവുന്നത് ഒരമ്മ മകളെ പറ്റി എഴുതിയതിനേക്കാൾ കൂടുതൽ രണ്ട് കൂട്ടുകാരികൾ, ഒരു കൂട്ടുകാരി മറ്റൊരു കൂട്ടുകാരികളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളും യാത്രയപ്പിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നതായിട്ടാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ നിങ്ങൾ അമ്മയും മകളും അല്ല രണ്ട് കൂട്ടുകാരികൾ തന്നെയാണ്? ആദ്യത്തെ കാലങ്ങളിലൊക്കെ ആ അന്ന് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മോനിഷയുടെ കൂടെ എൻ്റെ പഴയ ഫോട്ടോകൾ കാണുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ആൾക്കാർക്ക് വിശ്വസിക്കില്ല, ഞാൻ പള്ളു പറയാമെന്ന് വിചാരിക്കും. ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്, എനിക്ക് ഇത്ര ചെറുപ്പമായിരുന്നോ എന്ന്. മോശമില്ലല്ലോ, അത്ര ചെറുപ്പക്കാരിയായിരുന്നല്ലേ, കൊള്ളാലോ, ഇങ്ങനെയൊക്കെ ഞാൻ ഈ വയസ്സുകാലത്തും എനിക്ക് തോന്നും അപ്പോൾ ഇത്ര ചെറുപ്പമായിരുന്നു എനിക്ക് മോളെ കൂടെയൊക്കെ നടക്കുമ്പോൾ. കാരണം അവളെപ്പോഴും പറയും അമ്മ കുറച്ച് വിട്ട് നടന്നാൽ മതി കേട്ടോ എന്നറിയാം. എന്താ എല്ലാവരും വിചാരിക്കും അമ്മയാണ് ഹീറോയിൻ എന്നൊക്കെ, അങ്ങനെ കളിയൊക്കെ അവളെ. ഞാൻ മിണ്ടായിരിക്കും നീ തന്നെയാണ് എന്താ. അല്ല എന്നാലും അമ്മ എനിക്ക് എൻ്റെ അമ്മയെന്ന് പറയണ്ടേ, നമ്മൾ എല്ലാവർക്കും അറിയാം ഞാൻ നിൻ്റെ അമ്മയാണ്. അങ്ങനെ ഇപ്പോൾ ചോദിച്ചപ്പോഴെനിക്കത് പെട്ടെന്ന് ട്രിഗർ ചെയ്താണ്. ഈ ചോദ്യത്തിന് കിട്ടിയ ആൻസർ ഇപ്പോൾ അതാണ് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ഈ കമലദളത്തിന്റെ കഥ അറിയില്ല മോനിഷയ്ക്ക് ഇല്ല, എന്താണ് സന്ദർഭം പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിനയിക്കുന്ന. കാരണം ചിലർക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഒരേ സമയം ഒരാളോട് ആരാധന തോന്നുന്നുണ്ട്, അത് പതുക്കെ പതുക്കെ പ്രണയത്തിലേക്ക് മാറുന്നുണ്ട്, ആദ്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതൊരു ആർക്കാണല്ലോ, ക്യാരക്ടർ ആർക്ക് പൂർണ്ണമാണല്ലോ മനുഷ്യരുടെ ക്യാരക്ടറിന്. അത് കഥ അറിയാതെ എങ്ങനെ അവർ ഉള്ളിലേക്ക് എടുത്ത് അഭിനയിച്ചു എന്നുള്ളത് അത്ഭുതമാണ്. അതെനിക്കൊരു അത്ഭുതമാണ്. കാരണം എനിക്കും അറിയില്ലായിരുന്നു കഥ. ആ സമയത്ത് അവർ പറഞ്ഞോട് ബ്രീഫായിട്ട് പറഞ്ഞോട് ഇത്ര കേട്ടാൽ മതി അന്നൊരു മട്ടിലാണ് അവർ. അപ്പോൾ ആ മതി, ഇവളപ്പോൾ ഒരു പടി മേലെ, ആ ഓക്കെ ബല്ലേ മതി. അവർക്ക് ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ട് ഒരാളോട് സംസാരിക്കില്ല. ഡയറക്ടറായാലും എല്ലാവരെയും ഭയങ്കര റെസ്പെക്റ്റിലാണ് നിൽക്കുക. അതൊക്കെ അവൾക്ക് എവിടെ നിന്ന് ഇങ്ങനെ ഇൻബോണാന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ കുറേ നമ്മുടെ വീടുകളിലും നമ്മളെ വീട്ടിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ അവർ കാണാനുണ്ടാവുക. അമ്മമാരായാലും എല്ലാവരോടും സ്നേഹമുണ്ട്, അവർക്കൊക്കെ വാത്സല്യമുണ്ട്, എന്നാൽ ഒരു പടി അപ്പുറം അവർ സംസാരിക്കുക, ബിഹേവ് ചെയ്യുക ഭയങ്കര. അതെ, ആക്ച്വലി അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ് ഈസ് ദ ഭഗവത്ഗീത അല്ലേ? അതല്ലേ, അതാണ് ശരിയായിട്ടുള്ള വേദാന്തം, അതാണ് ശരിയായിട്ടുള്ള നമുക്ക് വേണ്ടത്. താമര ഇലയിലെ വെള്ളം പോലെ ഇരിക്കണം എന്നല്ലേ പറയാ? അതെ. അപ്പോൾ അതൊക്കെയാണ് കമലദളത്തിൽ എനിക്ക് തന്നെ തോന്നി. എനിക്ക് പക്ഷെ മോനിഷയുടെ അഭിനയിക്കണത് എന്താണെന്നോ അതൊന്നും വിലയിരുത്താനോ അതൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല അന്ന്. ഞാൻ ഇടപെടില്ല. കാരണം ഞാൻ എവിടെ എന്നാ അമ്മ അഭിനയിച്ചോളൂ പറയാം, ഞാൻ കേൾക്കണ്ടേ? പറയാണ്ടെങ്കിൽ പറയും, അത് അച്ഛൻ്റെ മോളല്ല, അതെനിക്ക് നന്നായിട്ടറിയാം, പറയും. അപ്പം ഞാൻ എന്തിനാ അത് പിന്നെ പറയാം, ഒക്കെ അറിയാം. ഞാൻ പറയണത് വിഡ്ഢിത്തരായിരിക്കുന്നു അവൾക്ക് ആദ്യമേ അറിയാം. അമ്മ എല്ലാവരോടും പറയല്ല, പാവ സ്ത്രീ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ, എങ്ങനെയൊക്കെ പറയാം. എന്നെ പറ്റി ആരെയും കമൻറ്റ് ചെയ്താൽ ഇവരോട് പറയണത് അത് അങ്ങനത്തെ ഞാൻ ബുക്കിൽ എഴുതിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റില്ല. ഇപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സ്മിത പാട്ടീലിനെ പറ്റിയിട്ടുള്ള മെൻഷൻസ് ഉണ്ട്. ഇവർ തമ്മിൽ വലിയ സാമ്യമുണ്ട് ഇൻ ടേംസ് ഓഫ് ആക്ടിങ്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് രണ്ടുപേരും ലൈഫിൽ എടുക്കുന്ന വിധം, മേക്കപ്പിനെ രണ്ടുപേരും കാണുന്നത്, ഇതൊക്കെ അവർ വളരെ സാമ്യമുണ്ട്. അപ്പോൾ അന്ന് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ, ഈ അവാർഡ് നമുക്ക് കിട്ടേണ്ടതില്ലായിരുന്നു ഉണ്ണിയേട്ടാന്ന് കിട്ടി കഴിഞ്ഞപ്പോ. അപ്പോ എന്താണ് അത് എന്ന് മോനിഷ ചോദിക്കുന്നുണ്ട്. പറയാതെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മോനിഷയ്ക്ക് സ്മിത പാട്ടീലിനെ എങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിട്ടുള്ളത്? സ്മിത പാട്ടീലിന്റെ അന്നത്തെ ആ പടങ്ങൾ മോളിരുന്ന് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഈ ടി വിയിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സിനിമ പോയി കാണണം, തിയേറ്ററിൽ പോയി കാണണം. അപ്പം തിയേറ്ററിൽ പോയിട്ടൊന്നും ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ അതേമാതിരി സ്റ്റിൽസ് വരും അവരുടെ ഫോട്ടോ. അപ്പോൾ സ്മിത പട്ടേലിൻ്റെ സിനിമ കണ്ട കുട്ടിയാണ്. അപ്പോൾ ഞാനും അത് ഭയങ്കര ആരാധികയായിരുന്നു ഈ സ്മിത പട്ടേൽ. അപ്പം ഞാൻ പറയും ഇതാണ് ശരിയായ കലാകാരി സ്മിതേനെ പറ്റിയിട്ടുള്ളത് എനിക്ക് എപ്പോഴും തോന്നാറ്. പിന്നെ പണ്ട് ഒരിക്കൽ ഞങ്ങൾ സ്മിത പട്ടേലിനെ കണ്ടതും നമ്മളൊരു ലഞ്ചിന് കണ്ടു തിരുവനന്തപുരത്ത്. സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ലഞ്ച് ഉണ്ടായിരുന്നു. ആ ലഞ്ച് സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൽ അവിടെ
അവാർഡ് കിട്ടി. എവിടെ കിട്ടിയ സമയത്താണ്, അതെ കിട്ടിയ സമയം, കിട്ടിയതിന് ശേഷം ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ആരാണ് ഈ സൂര്യകൃഷ്ണമൂർത്തി സാറിന് കണ്ടത്, അറിഞ്ഞത്. ആരോ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് കണ്ടൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ മോളെ കൊണ്ട് പോയിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അപ്പോഴാണ് ഈ അവാർഡിൻ്റെ കാര്യങ്ങൾ പിന്നീടാണ് ഞാൻ അറിയണത്. അപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ ഇവിടുന്ന് വേറൊരു നടി നമ്മളെ വളരെ സീനിയർ നടി ഒരു കമൻ്റ് അടിച്ചിട്ട് ഈ നാനയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് മോനിഷ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം എൻ്റെ മോൻ എപ്പോഴും ദേഷ്യം അവരോട്. ആരാണ് മോനിഷ, അത് ഇത്രയൊക്കെ സിനിമ ഇത് കിട്ടാൻ മാത്രം എന്താണെന്നൊക്കെ വലിയ നടിയാണ് ഇവിടുത്തെ. അപ്പോഴോ ഞാൻ ചോദിച്ചു, അതിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കണ്ട, എനിക്കതിൽ വിഷമായി. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം സെൻറ്റിമെൻറ്റില്ല, കുറച്ച് സങ്കടമൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അവൾ വളരെ ബാലൻസ്ഡാണ്. അപ്പോൾ അമ്മ അതാ പറഞ്ഞത്, ഒരു കാര്യം എനിക്ക് പറയട്ടെ, ഇംഗ്ലീഷിലാണ് പറയണം അത് ഇറ്റ്സ് എ ഡെസ്റ്റിൻ ഫോർ യു, ഇറ്റ് ഫോർ മീ. അത് ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്കുള്ളത് അമ്മയ്ക്ക്, എനിക്കുള്ളത് എനിക്ക്. അത് ആ ഒറ്റ കാര്യം അമ്മ വിചാരിച്ചാൽ മതി. സാറിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അവരാരോ പറഞ്ഞോട്ടെ, ഒരു 7 ജൂറി ഇരുന്നിട്ടല്ലേ ഇത് കിട്ടണത്. ഒരാളുടെ ബുദ്ധിയൊന്നും അല്ലല്ലോ, ഇത് 7 ആൾ ഇരുന്ന് കണ്ട് അത് വിലയിരുത്തുന്നു. അപ്പം അതിനൊരു വിലയില്ലേ. സോ വൈ ഷുഡ് യു ബോദർ? ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ എൻ്റെ കുറേ കാലം ആ ബുക്കൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. പണ്ട് പറഞ്ഞതാ, എത്ര വർഷങ്ങൾ മുമ്പേ. പക്ഷെ അത്ര വർഷമാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ എൻ്റെ മനസ്സിലെപ്പോഴും കിടക്കും അതൊക്കെ. കാരണം ഐ വാസ് ടോട്ടലി ഡെഡിക്കേറ്റഡ്. ഒരു ഡിവോഷനായിരുന്നു എനിക്ക് മോനിഷ എന്ന് മകളെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ഇതായിരുന്നു, അത്രയും ക്ലോസ് ആസ് ഫ്രണ്ട്സുമാണ് ഞങ്ങൾ. പറയാത്തതൊന്നുമില്ല, ഒരു സബ്ജക്റ്റ് ഞങ്ങൾ തമ്മിൽ മറച്ച് വെച്ചിട്ടില്ല. ഈ മോനിഷയ്ക്ക് അവെയർ ആയിരുന്നു മോനിഷയെ പറ്റിയിട്ട് ആളുകൾ? മോനിഷിനെ പല നടന്മാരോട് പെയറപ്പ് ചെയ്തിട്ട് ആളുകൾ പറയുമായിരുന്നല്ലോ, ഇവരുടെ കൂടെ മോനിഷ ഭയങ്കര രസമാണ്, ഇവരുടെ കൂടെ. മോനിഷയ്ക്ക് ഇതിനെ പറ്റിയിട്ടുള്ള റൂമേഴ്സിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടുള്ള ആളുകളുടെ ഫാൻറ്റസീസിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയിരുന്നു? മോനിഷയ്ക്ക് ഇതൊക്കെ വേറെ ഉണ്ടാവുള്ളൂ. പറയാം ബിന്ദാസ് മിണ്ടാണ്ടിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഒരു വാക്ക് ബിന്ദാസ് അമ്മ സാരില്ല പൊട്ടിച്ചിരിക്കും. ആര് പറഞ്ഞ അയ്യോ അവനെങ്ങാനും കേട്ടപ്പോൾ തൂങ്ങിച്ചതിട്ടുണ്ടാവും കേട്ടോ, അതൊക്കെ അങ്ങനെയൊക്കെ. എന്നോട് ഹി വിൽ ഹാങ്. അത് ആ ഭാഷയുടെ കുറേ സ്ലാങ് ഉണ്ട് പിള്ളേരുടെ. മൈ ഫ്രണ്ട്സിനോട് പറയും യു വോണ്ട് ടു ഹിയർ ദാറ്റ്, ഹി വിൽ ഹാങ്. പറഞ്ഞാൽ മതി, പേടിച്ചിട്ട് ചത്തുപോകുന്നത്. ആ മാതിരിയാണ്. ഷീ ഈസ് വെറി എന്താ പറയുക കൂൾ എന്നറിയില്ലേ, ആ ഒരു ടൈപ്പ് ആയിരുന്നു ആ കുട്ടി. ശരിക്കും ഞാൻ ഈ ഡേ ടു ഡേ നിൽക്കണമല്ല, അപ്പം ഞാനല്ലേ വളർത്തുന്ന കുട്ടിയല്ലേ എൻ്റെ എല്ലാ മൂടും. എന്നാലും ഞാനൊന്നിങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ ശങ്കിക്കും ചിലപ്പോൾ. മകളാറുടെ കാര്യമൊന്നുമില്ല, എന്തൊക്കെ എനിക്കെന്തും പറയാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും ഞാൻ. പക്ഷേ അപ്പോൾ ഭയങ്കര വെരി ക്ലോസ് വിത്ത് മീ. ഈ ഫിലിം മേക്കിങ്ങിനോടും വല്ലാത്തൊരു ഭ്രമം ചെറിയ പ്രായത്തിൽ. ഫിലിം മേക്കിംഗ് അല്ല, ക്യാമറ സോറി സിനിമാറ്റോഗ്രഫിയോട് ഭ്രമം. അതെ, എന്നോട് എനിക്ക് ഞാൻ ഇനി മുതൽക്ക് ബിഹൈൻഡ് ദ സ്ക്രീനാണ്. അപ്പോൾ ഞാൻ ബിഹൈൻഡ് ക്യാമറ, നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ഡു. അതെപ്പോഴും പറയാം. പിന്നെ ചൈൽഡ് സൈക്കോളജി പഠിക്കുക, ഇത് രണ്ടുമായിരുന്ന വലിയ ആഗ്രഹം. പിന്നെ MTകളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന 5 ഏക്കർ സ്ഥലം മേടിക്കാം, മുഴുവൻ നമുക്ക് ഫെൻസ് ചെയ്യാം, കുറേ പട്ടികളെ വളർത്തുക, എല്ലാ സ്ട്രേ ഡോഗ്സിനെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് നല്ല റൂംസൊക്കെ ഉണ്ടാക്കുക, നല്ല ഡിസ്റ്റിൽ വാട്ടർ മാത്രം വെള്ളം കൊടുക്കുക, അങ്ങനത്തെ ആയിരുന്നു ആഗ്രഹം. അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തതായിരുന്നു അത്. അപ്പോൾ ചുറ്റോട് ചുറ്റും എന്ത് വെക്കണം, എന്ത് മാതിരി വേലി കെട്ടണം ഒക്കെ അങ്ങനെയൊക്കെ. പക്ഷെ കുറേ സ്ഥലം വേണം, പട്ടികളാണ് ഓർക്കണം. പട്ടികളെ ഭ്രാന്താണ്, പട്ടി ഭ്രാന്താണ് ഞാൻ എഴുതിയത്. അത് ആ മോളെ പറ്റി പറയുമ്പോൾ അയ്യോ രസകരമായിരുന്നു. പക്ഷേ കേട്ടോ ഒരു കാര്യം, മൈ ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയാം. ഇവൻഫുൾ. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്നാൽ ഒരു സിനിമ എടുക്കാൻ മാത്രം ഉണ്ടാവും. അത്ര തമാശയാണ് അവിടെ. തമാശയാണ്, അതേ സമയത്ത് വാശിയാണ്, അതേ പക്ഷേ പെർട്ടിക്കുലറാണ്. രാവിലെ എന്നതേ കഴിക്കുമെന്നാൽ അന്നതേ കഴിക്കൂ.